ഈശോയിൽ പ്രിയരെ, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ നാം ഇന്ന് വായിച്ച് ധ്യാനിക്കുമ്പോൾ കർത്താവ് 72 പേരെ അയക്കുന്ന രംഗമാണ് നമ്മൾ കാണുക. ചില കയ്യെഴുത്ത് പ്രതികളിൽ 70 എന്ന് കാണുന്നുണ്ട്. എന്താണ് 70 എന്നുള്ള ആ വാക്കിൻ്റെ അല്ലെങ്കിൽ ആ അക്കത്തിൻ്റെ പ്രത്യേകമായ അർത്ഥം? സംഖ്യയുടെ പുസ്തകത്തിലെ 11-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. കർത്താവ് മോശയോട് പറയുകയാണ്, ജനത്തെ ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രമാണികളിൽ നിന്നും 70 പേരെ വിളിച്ചു കൂട്ടുക, അവർ സമാഗമ കൂടാരത്തിങ്കൽ കൊണ്ടുവരിക. ഇറങ്ങി വന്ന് ഞാൻ നിന്നോട് സംസാരിക്കും, നിൻ്റെ മേലുള്ള ചൈതന്യത്തിൽ നിന്ന് ഒരു ഭാഗം അവരിലേക്ക് ഞാൻ പകരും. വീണ്ടും നമ്മൾ കാണുക 70 എന്നുള്ള അക്കത്തിന് പ്രത്യേകമായ മറ്റൊരു പ്രാധാന്യം ഉൽപ്പത്തി പുസ്തകത്തിലെ 10-ാം അധ്യായത്തിലെ നോൺ ജൂവിഷ് ആയിട്ടുള്ള യഹൂദേതര പാരമ്പര്യമുള്ള 70 രാജ്യങ്ങളെയാണ് കാണുക. ചിലർ വ്യാഖ്യാനിക്കുക 72 എന്നുള്ളത് 71 യഹൂദ രാജ്യവും എല്ലാത്തിനും മേലായി സഭ 72. അപ്പോൾ ഈ ദൗത്യം പുതിയ മോശയാകുന്ന യേശു അയക്കുന്നത്, അത് നാം എല്ലാവരെയും അയക്കുന്നു, അതൊരു സാർവത്രിക ദൗത്യമാണ് എന്നുള്ള സൂചനകളൊക്കെയാണ് ഈ 72 നമുക്ക് നൽകുക. ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഇപ്രകാരം നമ്മൾ കാണുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 2 മുതലുള്ള വാക്യങ്ങൾ കർത്താവ് പറയുകയാണ്, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. നമുക്കറിയാം, വിളവെടുപ്പ്, കൊയ്ത്ത് അതൊന്നും നീട്ടിവെക്കാൻ പറ്റുന്ന ഒന്നല്ല. ഏറ്റവും അർജൻറ്റായിട്ട് അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നീട്ടിവെക്കാനോ മാറ്റിവെക്കാനോ പറ്റാത്ത ഒന്നാണ്. അങ്ങനെ നീട്ടിവെച്ച് കഴിഞ്ഞാൽ കർഷകൻ പട്ടിണിയിലാവും, പാപ്പരാവും. അപ്പോൾ ദൈവവചനം പ്രസംഗിക്കേണ്ടതിൻ്റെ അടിയന്തര സ്വഭാവമാണ് പ്രത്യേകമായിട്ട് ഇവിടെ പറയുക. അതാണ് നമ്മൾ ഒന്നാമത് ചിന്തിക്കുക. ദൈവവചനം അത് ഒരു ഓപ്ഷണലല്ല. നാം എല്ലാവരും തന്നെ മിഷണറിമാരാകണം. അത് ചില മിഷണറിമാർക്ക് മാത്രമായിട്ട് വചനപ്രഘോഷണം മാറ്റിവെക്കരുത്. ഈശോയിൽ വിശ്വസിക്കുന്ന ഏവനും വചനപ്രഘോഷകനാണ്. ഈ വലിയ സത്യമാണ് ഈ സുവിശേഷം നമ്മൾ പറയുക. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിളഭൂമി. കർത്താവ് 100 മേനി ഫലം നൽകാൻ സാധിക്കുന്ന സാധ്യതകളുള്ള വിളഭൂമിയെപ്പറ്റി നമ്മളോട് പറയുകയാണ്. നമ്മുടെ വിളഭൂമി അത് ഏറ്റവും നല്ല രീതിയിൽ ഫലം നൽകാൻ പ്രാപ്തമാകണമെങ്കിൽ എന്താണ് വേണ്ടത്? നല്ല വിളവും നല്ല വളവും വെള്ളവുമുള്ള വിളഭൂമിയാകണം. എന്താണത്? സാൻമാർഗിക മൂല്യങ്ങളാണ്, പ്രാർത്ഥനയാണ്, മുതിർന്നവരോടുള്ള പ്രത്യേകമായ ആദരവാണ്, അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള പരിഗണനയാണ്. ഇതൊക്കെ നമ്മുടെ കൊച്ചുനാളിലെ നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ച് വളരുമ്പോൾ തീർച്ചയായിട്ടും ആ മണ്ണിൽ ഫലമുണ്ടാകും, സമൃദ്ധമായ ഫലമുണ്ടാകും. ഇന്ന് ദൗർഭാഗ്യവശാൽ ഇതെല്ലാം നമ്മുടെ കുടുംബജീവിതത്തിൽ നിന്ന്, പൊതുജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് വേദനാജനകമാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും, പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ, ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്ന സോഷ്യൽ മീഡിയ, ഇതൊക്കെയാണ് നല്ല വിളഭൂമി നമ്മിലേക്ക് വാർത്തെടുക്കുന്നത്. നല്ലത് കാണാനും നല്ലത് കേൾക്കാനും സ്വാംശീകരിക്കാനും നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിളഭൂമി നല്ലതാണ്, അതിൽ നിന്ന് നല്ല ഫലം കൊയ്യാൻ സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല. രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നത് 10-ാം അധ്യായത്തിൽ 4-ാം വാക്യമാണ്. നിങ്ങൾ ആരെയും അഭിവാദനം ചെയ്യരുത് എന്ന് ഈശോ പറയുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? തീർച്ചയായിട്ടും ആചാരമര്യാദകൾ പാലിക്കേണ്ട എന്നൊന്നുമല്ല. നമ്മൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറയാറുണ്ടല്ലോ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ. പക്ഷെ ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? ദൈവത്തെ പ്രീതിപ്പെടുത്തുക, ലോകത്തെ പ്രീതിപ്പെടുത്താനല്ല നീ പരിശ്രമിക്കേണ്ടത്. ലോകത്തെ പ്രീണിപ്പിക്കാനോ പ്രീതി നേടാനോ നീ പരിശ്രമിക്കുമ്പോൾ സുവിശേഷം മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സുഖിപ്പിക്കുന്ന ഒരു സുവിശേഷം അത് എളുപ്പമാണ്, ഇന്ന് വിജയിക്കുന്നതാണ്. പലർക്കും അത് പറയാനാണ് പ്രത്യേകമായ താല്പര്യം.
അതായത് മറ്റുള്ളവരുടെ ജീവിതത്തെ വിമർശിക്കാനോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ തിരുത്തേണ്ടതുണ്ട് എന്ന് പറയാനോ ഇന്ന് പലർക്കും താല്പര്യമില്ല. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 2-3 അധ്യായങ്ങളിൽ നമ്മൾ 7 സഭകൾക്കുള്ള ആ കർത്താവിൻ്റെ ശക്തമായ സന്ദേശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിലൊരു സഭയ്ക്ക് മാത്രമാണ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു നല്ല വാക്ക് ലഭിക്കാതെ പോകുന്നത്. ലവോദിക്കയിലെ സഭയ്ക്ക് 3-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളവിടെ കാണുന്നു. ചരിത്രം പഠിക്കുമ്പോൾ ഏറ്റവും വിജയകരമായ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്ന ഒരു പട്ടണമാണ് ലവോദിക്ക. അവിടെ പ്രത്യേകമായിട്ട് പറയുന്നു, ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. അവരുടെ സാമ്പത്തിക സുസ്ഥിതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. പക്ഷേ അവർക്ക് വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. വിജാതീയ ദേവന്മാരുടെ അമ്പലങ്ങളിൽ നടക്കുന്ന പൂജകളിൽ പങ്കെടുക്കാനോ സീസർ ആരാധനയിൽ സന്നിഹിതനാകാനോ ഒരു ലവോദിക്കക്കാരന് വിഷമമുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കർത്താവ് പറയുകയാണ്, നിൻ്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. അതായത് സുവിശേഷത്തിൻ്റെ ആ മൂർച്ചയില്ലാതാക്കി ജീവിതത്തിലെ എല്ലാത്തരം വിട്ടുവീഴ്ചകൾക്കും വിധേയനാകുന്ന വ്യക്തിയെ പറ്റിയിട്ടാണ് ഇവിടെ പറയുക. ആകയാൽ പ്രിയപ്പെട്ടവരെ, സുവിശേഷം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ, ചില നിലപാടുകൾ അവിടെ വ്യക്തമായിട്ട് സുവിശേഷത്തിനോടൊപ്പം ഈശോയോടൊപ്പം നിൽക്കേണ്ട ചില സമയങ്ങളും സാഹചര്യങ്ങളും ഉണ്ട്. ലോകത്തോട് പക്ഷം ചേരാതെ ലോകത്തോട് അനുരൂപപ്പെടാതെ ജീവിക്കേണ്ട സാഹചര്യങ്ങൾ തീർച്ചയായിട്ടുമുണ്ട്. ആ ഒരു നിലപാട് ശക്തമായിട്ട് എടുക്കണമെന്നാണ് കർത്താവ് ഈ സുവിശേഷ ഭാഗത്തിൽ നമ്മോട് പ്രത്യേകമായിട്ട് പറയുന്നത്. മൂന്നാമത് നമ്മൾ ചിന്തിക്കുക, ഈ സുവിശേഷം ലാളിത്യത്തിൻ്റെ സുവിശേഷമാണ്. കർത്താവ് വ്യക്തമായിട്ട് 7-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. മെച്ചപ്പെട്ട മേച്ചിൽ സ്ഥലങ്ങൾ അന്വേഷിച്ച് അലഞ്ഞു തിരിയുന്ന ചുറ്റി നടക്കുന്ന പലരെയും നമ്മൾ കാണാറുണ്ട്. അതിൽ വചനപ്രഘോഷകരുണ്ട്, ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. വ്യക്തമായിട്ട് കർത്താവ് അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഒപ്പം തന്നെ മറ്റുള്ളവരോടുള്ളൊരു പരിഗണന വേണം. നീ മെച്ചപ്പെട്ടത് തേടി പോകുമ്പോൾ നിനക്ക് ആതിഥ്യം നൽകിയ വീടിനെ നീ മറക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യേശുവാണ് പ്രഘോഷിക്കപ്പെടേണ്ടത്. നീ നിന്നെ തന്നെയോ അല്ലെങ്കിൽ നിൻ്റെ താല്പര്യങ്ങളെയോ അല്ല പ്രഘോഷിക്കേണ്ടത്. നിൻ്റെ സുഖസൗകര്യങ്ങളല്ല ഒന്നാം സ്ഥാനം, അതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. നീ വചനം പ്രസംഗിക്കുന്നെങ്കിൽ നിനക്ക് ആവശ്യമായുള്ളതൊക്കെ ദൈവം നിനക്ക് തരും എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. മറ്റുള്ളവരെ ക്രിസ്തുവിന് വേണ്ടി നേടാൻ നിനക്ക് എന്ത് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് വചനപ്രഘോഷകൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുകൂടി ഈ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. അവസാനം കർത്താവ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾ തട്ടിക്കളയണം എന്ന് പറയുമ്പോൾ അത് ഭീഷണിയായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാനസാന്തരപ്പെടാനുള്ള ഒരു ആഹ്വാനം കർത്താവ് നൽകുന്നു എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമുക്ക് കൊണ്ടുവരാം. നല്ല നിലങ്ങൾ ഒരുക്കാം. നമുക്കെല്ലാവർക്കും ഈ വചനപ്രഘോഷണത്തിന് കടമയുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ മറ്റുള്ളവരെ സുഖിപ്പിക്കുന്ന സുവിശേഷമാണ് നമ്മൾ പറയുന്നതെങ്കിൽ, പ്രഘോഷിക്കുന്നതെങ്കിൽ പലപ്പോഴും നമ്മൾ വളരെയധികം വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന് തിരിച്ചറിയുക. അതുപോലെ തന്നെ ലാളിത്യത്തിൻ്റെ സ്വന്തം സൗകര്യങ്ങളൊക്കെ മറന്നുകൊണ്ടുള്ള ഒരു സുവിശേഷ പ്രഘോഷണ ജീവിതമായിരിക്കണം നമ്മുടേത് എന്നുകൂടി നമ്മൾ ഓർക്കുക. ഈ 3 ചിന്തകളും നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ സുവിശേഷം വായിച്ച് ധ്യാനിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.